നിങ്ങൾ പേഴ്സണൽ ഇൻകം 2026 കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് യബ്ഷാദ് കെ എന്നാണ്. സ്ഥാപനത്തിന്റെ പേര് ഇൻഫിനിറ്റോ കോച്ച് എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഇൻകം കൂടും. അതിനാദ്യം വേണ്ടത് നമ്മൾക്ക് 3 കാറ്റഗറി ഓഫ് ഗോൾസ് ആണ് നമ്മൾക്ക് വേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ആ 3 കാറ്റഗറി ഓഫ് ഗോൾസ് എന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം വരുന്ന ഗോള് പേഴ്സണൽ ഇൻകം ഗോൾ. അതായത് നമ്മൾക്ക് പേഴ്സണലി കിട്ടാൻ ആഗ്രഹിക്കുന്ന വരുമാനം എന്താണ് എന്നുള്ളതാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് 2 ഇരട്ടി വേണമെങ്കിൽ 2 ഇരട്ടി സെറ്റ് ചെയ്യാം, 3 ഇരട്ടി വേണമെങ്കിൽ 3 ഇരട്ടി സെറ്റ് ചെയ്യാം. ഇനി അതെങ്ങനെ നേടാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്താണ്? പേഴ്സണൽ ഇൻകം ഗോൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ പേഴ്സണൽ ഇൻകം ഗോൾ നേടാൻ വേണ്ടി ബിസിനസ് റവന്യൂ എത്ര ആയിരിക്കണം, അതായത് ബിസിനസ്സിലത്തെ വരുമാനം എത്ര ആയിരിക്കണം. നേരത്തെ നിങ്ങൾ സെറ്റ് ചെയ്ത് 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി നിങ്ങളെ പേഴ്സണൽ ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബിസിനസ്സിൽ എത്ര വരുമാനം വേണം എന്നുള്ളതാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വരെ ഒരുവിധ എല്ലാ ബിസിനസ് ഓണേഴ്സും ചെയ്യും, ബിസിനസ് റവന്യൂ ഗോൾ സെറ്റ് ചെയ്യും. പക്ഷെ ആ ബിസിനസ് റവന്യൂ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ. ഇനി ഞാൻ പറയാൻ പോകുന്ന സെറ്റ് ഓഫ് ഗോൾസും കൂടി സെറ്റ് ചെയ്താലാണ് അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ. അതിൽ ആദ്യം വരുന്നത് മാർക്കറ്റിംഗ് ഗോളാണ്. മാർക്കറ്റിംഗ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലീഡ്സ് വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു, അതായത് ഈ ബിസിനസ് റവന്യൂ എത്താൻ വേണ്ടി, ഇതേ ബിസിനസ് റവന്യൂ എത്താൻ വേണ്ടി എത്ര സെയിൽ നടക്കണം, കൺവേർഷൻ നടക്കണം എന്നുള്ളതാണ് സെയിൽസ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഓപ്പറേഷൻ ഗോൾ കസ്റ്റമറിന് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം, അവർക്ക് വാല്യൂ ഫീൽ ചെയ്യണം നമ്മളെ പ്രൊഡക്റ്റോ സർവീസ്, അതിനൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഇനി ഈ പറഞ്ഞ ബിസിനസ് റവന്യൂ ഗോൾ എത്താൻ വേണ്ടി മേ ബി നിങ്ങൾക്ക് കൂടുതൽ സ്റ്റാഫിന്റെ ആവശ്യം വരും, വലിയൊരു ടീമിന്റെ ആവശ്യം വരും. അവിടെയാണ് ഈ HR ഗോൾ, എത്ര ആൾക്കാരെ ഏതൊക്കെ കാര്യത്തിന് എപ്പോൾ എടുക്കണം എന്നുള്ള ഗോൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം അക്കൗണ്ട്സ് ഗോൾ സെറ്റ് ചെയ്യണം. അതായത് എത്ര ആക്യുറസിയിൽ നമ്മൾ പൈസ വന്നതും പൈസ ചെലവായതും അതുപോലെ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഒക്കെ നോട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ആക്യുറസിക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഈ 5 ഗോള് മിനിമം സെറ്റ് ചെയ്യാതെ നിങ്ങൾ ഈ ബിസിനസ് റവന്യൂ ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ആ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സെറ്റ് ഓഫ് ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ബിസിനസ് ലേണിംഗ് ഗോൾ. പലവരും ബിസിനസ് തുടങ്ങും, പിന്നെ ആ ബിസിനസിന്റെ തിരക്കിൽ പിന്നെ അവരെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതെ മുന്നോട്ട് പോകും. ഇനി നിങ്ങൾ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും, നിങ്ങൾ പ്രോഡക്റ്റോ സർവീസിന്റെ കുറിച്ച് നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും. പക്ഷെ ബിസിനസ് ചെയ്യുന്ന രീതി അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവണമെന്നില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻ, HR അല്ലെങ്കിൽ അക്കൗണ്ട് സ്ട്രാറ്റജികൾ യൂസ് ചെയ്യണതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണം, ലേണിംഗ് ഗോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ വിട്ടുപോകും. ആദ്യം പഠിക്കേണ്ടത് ലീഡ്സ് എങ്ങനെ കൂടുതൽ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങൾ പലതും 1 രൂപ പോലും ചെലവാക്കാതെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് പഠിക്കുക. നെക്സ്റ്റ് കൺവേർഷൻ കൂട്ടാനുള്ള സ്റ്റെപ്പുകൾ എന്താണ് എന്ന് പഠിക്കണം. കൺവേർഷൻ കൂട്ടാനുള്ള സ്റ്റെപ്പുകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിനെ നിങ്ങൾ മാത്രമല്ല ഡീൽ ചെയ്യുക, നിങ്ങൾക്കുള്ള സ്റ്റാഫ് കസ്റ്റമറിനെ ഡീൽ ചെയ്താൽ പോലും നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന അതേപോലെ നിങ്ങൾ സ്റ്റാഫും കൺവേർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വർക്ക് ലോഡ് കുറയും. ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ബിസിനസ് ഓണേഴ്സ് അവർ തന്നെ ആയിരിക്കും കസ്റ്റമറിനെ ഡീൽ ചെയ്യണത് സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ക്ലോസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം. പണ്ടത്തെ പോലെ അല്ല ആൾക്കാരുടെ ചിന്താഗതി പ്രത്യേകിച്ച് കോവിഡിന് ശേഷം മാറിയിട്ടുണ്ട്. അപ്പൊ കോവിഡിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന മാർക്കറ്റിങ്ങോ സെയിൽസോ പലതും ഇൻഎഫക്റ്റീവ് ആണ്. ഇപ്പോഴും അത് തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന പല ബിസിനസ് ഓണേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ലീഡ് ജനറേഷൻ ടെക്നിക്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺവേർഷൻ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ഗോൾ സെറ്റ് ചെയ്യണം. നെക്സ്റ്റ്, വാല്യൂ. കസ്റ്റമറിന് നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ അവർ നമ്മൾക്ക് വേണ്ടി തരുന്ന പൈസനേക്കാളും വാല്യൂ ഉള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് പഠിക്കണം. നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവർ മുടക്കുന്ന പൈസനേക്കാളും വലുതാണ്, അവർക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടണം. അതിന് ഒരുപാട് വഴികളുണ്ട്, അത് പഠിക്കണം. അതുപോലെ തന്നെ ഹയറിംഗ് പഠിക്കണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ബിസിനസ് ഓണേഴ്സ് സ്റ്റാഫിനെ എടുക്കും, അവർ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യില്ല, സ്റ്റാഫ് പറഞ്ഞു കേൾക്കണില്ല, സ്റ്റാഫ് എപ്പോഴും നമ്മൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എന്നൊക്കെ പറയുന്ന ബിസിനസ് ഓണേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മെയിൻ പ്രശ്നം, അങ്ങനെയുള്ള സ്റ്റാഫ് എങ്ങനെ നിങ്ങളെ സ്ഥാപനത്തിൽ എത്തിയെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ആ നിങ്ങൾ എടുത്തോണ്ടാണ് അവർ അവിടെ എത്തിയത്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റാഫിനെ എങ്ങനെ എടുക്കാം എന്ന് അറിയാത്തതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യാത്ത സ്റ്റാഫ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാവും. അപ്പൊ എങ്ങനെ നല്ലൊരു സ്റ്റാഫിനെ എടുക്കാം എന്നുള്ളത് പഠിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ മെലീനിയൽസും ജെൻസിയും ഇതൊക്കെ വന്നതിന് ശേഷം ഈ സ്റ്റാഫിനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ നല്ല സ്റ്റാഫിനെ ഒരിക്കലും കിട്ടില്ല. അപ്പൊ അത് പഠിക്കാനുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അതുപോലെ ആക്യുറസി ഗോൾ സെറ്റ് ചെയ്യണം. കണക്കിന്റെ കൃത്യത, എവിടെയാണ് കൃത്യമായിട്ട് വരുമാനം കുറയുന്നത്, എവിടെയാണ് ചെലവ് കൂടുന്നത് എന്ന് മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്താൽ അവിടെയാണ് നമ്മളെ പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതും പഠിക്കണം. കണക്ക് അക്കൗണ്ടന്റിന്റെ ജോലി അല്ലെങ്കിൽ ചാർട്ടർ അക്കൗണ്ടന്റിന്റെ ജോലി അല്ലെങ്കിൽ ഓഡിറ്റിന്റെ സമയത്ത് നോക്കേണ്ട കാര്യമല്ല. മിനിമം മാസത്തിൽ നോക്കുന്ന ഒരു കാര്യമാണ് അക്കൗണ്ട്സ്, അല്ലെങ്കിൽ ആഴ്ചയിൽ നോക്കിയാൽ അത്രയും നല്ലത്. അപ്പൊ അതിൻ്റെതായ കൃത്യതയും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അത് പഠിക്കുകയും വേണം. അപ്പൊ മൂന്നാമത്തെ ഗോള്, ഈ റവന്യൂ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട സ്കില്ലും നോളേജും എന്താണ് എന്ന് പഠിക്കലാണ് മൂന്നാമത്തെ ഈ ബിസിനസ് ലേണിംഗ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യം പേഴ്സണൽ ഇൻകം ഗോൾ സെറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ബിസിനസ് അത് എത്തിക്കാനുള്ള ബിസിനസ് റവന്യൂ ഗോൾ സെറ്റ് ചെയ്യുന്നു. ആ ബിസിനസ് റവന്യൂ ഗോൾ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ബിസിനസ് ലേണിംഗ് ഗോൾ സെറ്റ് ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ആ ഗോൾ എത്താൻ വേണ്ടിയുള്ള ആക്ഷൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് നിങ്ങളെ പേഴ്സണൽ ഇൻകം 2 ഇരട്ടി അല്ല 3 ഇരട്ടി വരെ ആവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷെ ഈ മൂന്ന് ഗോൾ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി ഉള്ള ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് മാത്രമാണ് പ്രധാനം. ഇനി ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, 15 പേര് അടങ്ങുന്ന ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് സീരിയസ് ആയിട്ട് പേഴ്സണൽ ഇൻകം 2026 കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ള ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് 15 ആൾക്കാർ എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ, ഇത് ഒരു എക്സ്ക്ലൂസീവ് പാർട്ട്ണർഷിപ്പ് ആണ്. ഇവിടെ ഞാൻ ആരൊക്കെ ഉണ്ട്, ആ 15 പേരിൽ ആരൊക്കെ ഉണ്ട് അവരായിട്ട് പേഴ്സണലി ഞാൻ ഇന്ററാക്ട് ചെയ്ത് പേഴ്സണലി എപ്പോഴും ഒരു റെഗുലർ കോണ്ടാക്ട് ഡെയിലി ബേസിൽ ഉണ്ടാവും. എന്ത് ആവശ്യത്തിനും എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആവശ്യത്തിനും ഞാൻ ഒരു എന്താ പറയാ ഒരു കോൺടാക്ട് അപ്പുറത്ത് ഉള്ള രീതിയിൽ അത്രയും ഒരു സ്വന്തം ബിസിനസ് പാർട്ട്ണർ പോലെ ആക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് 15 പേരിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബിസിനസ് നടത്താൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്ക്ലൂസീവ് പാർട്ട്ണർഷിപ്പ് ആണ്. ഇതൊരു കോഴ്സ് അല്ല, അത് ആദ്യം പറയാം, ഇതൊരു കോഴ്സ് അല്ല. എന്നാൽ പോലും എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീരാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ 1 മണിക്കൂർ കൊണ്ട് അപ്ലൈ ആവുന്ന, ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അപ്ലൈ ആവുന്ന കുറച്ച് ആക്ഷൻസ് ഉണ്ടാവും. എല്ലാ ആഴ്ചയും ഓരോ ആക്ഷൻസ് എടുക്കും. ആ ആക്ഷൻസ് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് റിസൾട്ട് തരും. ചെറിയ ചെറിയ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഉണ്ടാവും. പ്രോഗ്രസ് ഉണ്ടാവും. ആ പ്രോഗ്രസ് ഇൻ ദ എൻഡ് നിങ്ങൾ പേഴ്സണൽ ഇൻകം കൂട്ടും. ഒരു ഡൗട്ടും ഇല്ല, ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾ പേഴ്സണൽ ഇൻകം കൂടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു 15 പേര് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട. അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഇനി ഈ ലേണിംഗ് എന്ത് പഠിക്കും എന്നുള്ളത് ഞാൻ പറയാം.
ലേണിംഗ് ആദ്യം പഠിക്കുക എങ്ങനെ കൂടുതൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാം, 1 രൂപ പോലും മുടക്കാതെ എങ്ങനെ ഒരുപാട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്പർ ഓഫ് ലീഡ്സ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത് പഠിക്കാൻ പോകുന്നത് കൺവേർഷൻ റേറ്റ് എങ്ങനെ കൂട്ടാം. കൺവേർഷൻ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജികളുണ്ട്, എന്തൊക്കെ പ്രോസസ്സുകളുണ്ട്, കൂടുതൽ അതായത് വരുന്ന ലീഡിനെ കസ്റ്റമർ ആക്കി മാറ്റാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ മെയിൻ ആയിട്ട് അതിൽ കവർ ചെയ്യുന്നത്. അതുപോലെ ആ കസ്റ്റമർ ആയ ആൾക്കാര് ആവറേജ് ട്രാൻസാക്ഷൻ പെർ ഇയർ എങ്ങനെ കൂട്ടാം, അതായത് ഒരു വർഷത്തിൽ ഒന്നിലധികം തവണ നമ്മളെ അടുത്തുനിന്ന് പർച്ചേസ് നടത്തുന്ന രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ ബിസിനസ്സിനെ മാറ്റിയെടുക്കാം, ബിസിനസ് മോഡൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പിന്നെ നമ്മൾ കവർ ചെയ്യണത്. അതുപോലെ തന്നെ എങ്ങനെ ആവറേജ് വാല്യൂ ഓഫ് സെയിൽ കൂട്ടാം, അതായത് ഒരു ബില്ലിംഗ് എമൗണ്ട് സാധാരണ ഉള്ള ബില്ലിംഗ് എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ടിലുള്ള ബില്ലിംഗ് ചെയ്യാൻ എന്തൊക്കെ നമ്മൾക്ക് ആ കസ്റ്റമറിന് അഡീഷണൽ ആയിട്ട് കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എങ്ങനെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടാം. പ്രോഫിറ്റ് കൂട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ബാക്കി 50 മാർഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ആ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇനി വീണ്ടും പറയാം, സീരിയസ് ആയിട്ട് പേഴ്സണൽ ഇൻകം കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. കാരണം 15 പേർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യണതാണ്. എക്സ്ട്രാ എഫേർട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഇടുന്നതാണ്. സീരിയസ് അല്ലാത്തവരെ എനിക്ക് വേണ്ട. ഇനി പഠിക്കാൻ താല്പര്യമില്ല, പഠിച്ച കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ താല്പര്യമില്ല, അതിൽ കൂടെ റിസൾട്ട് നേടാൻ ആഗ്രഹിക്കാത്തവരും കോണ്ടാക്ട് ചെയ്യണ്ട. ഒന്നുകൂടി പറയാം, പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ ആക്ഷൻ എടുക്കാനും ആ ആക്ഷൻ എടുത്തിട്ട് അതിൽ കൂടെ റിസൾട്ട് നേടാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അത്ര സീരിയസ് അല്ല എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളെക്കാളും സീരിയസ് ആയ മറ്റൊരാളെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിങ്ങൾ കളയേണ്ടാവുക. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിന് എന്റെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട്. 7558333332. ഓക്കെ, ദിസ് ഇസ് യബ്ഷാദ് KK, നിങ്ങളെ സ്വന്തം ബിസിനസ് കോച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.